ടോണി ചിറ്റിലപ്പള്ളി കൂടി ചേരുന്നുണ്ട് ടെലിഫോൺ ലൈനിൽ. ശ്രീ ടോണി ചിറ്റിലപ്പള്ളി, ഇത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം, ഇന്ത്യയിലെ ക്രൈസ്തവ വിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം, അതിനൊക്കെ അപ്പുറത്ത് നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അഭിമാനകരമായ ഒരു നിമിഷം ആണ്. പ്രത്യേകിച്ച് വൈദിക പദവിയിൽ നിന്ന് ഒരാൾ കർദിനാൾ പദവിയിലേക്ക് ഉയർത്തപ്പെടുന്നു, അത് മലയാളിയായ ഒരാൾ. ആ നിമിഷത്തെ അല്ലെങ്കിൽ ഈ സമയത്തെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? തീർച്ചയായിട്ടും രാജ്യത്തിന് മാത്രമല്ല ഇന്ത്യയിലെ ക്രൈസ്തവ സമൂഹത്തിന് തന്നെ ഏറ്റവും സന്തോഷകരമായിട്ടുള്ള ഒരു അവസരമാണ്. പ്രത്യേകിച്ച് പൗരസ്ത്യ സഭയായ സീറോ മലബാർ സഭയെ സംബന്ധിച്ചിടത്തോളം കേവലം ഒരു വൈദികൻ നേരിട്ട് ഒരു കർദിനാൾ സ്ഥാനത്ത് എത്തുന്നത് ഏറ്റവും ആദ്യമായിട്ടാണ്. നമുക്ക് പിറകിലോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ഭാഗ്യ സ്മരണാർഹനായിട്ടുള്ള മാർ ജോസഫ് പൗത്തിൽ പിതാവാണ് മാർ ജോർജ് കൂവക്കാട്ടിനെ വത്തിക്കാൻ ഡിപ്ലോമാറ്റിക് സർവീസിലേക്ക് പറഞ്ഞുവിട്ടത്. അത് തന്നെ അദ്ദേഹത്തിന് വ്യക്തമായിട്ടുള്ള ഒരു ദീർഘവീക്ഷണം മാർ ജോസഫ് പൗത്തലിനുണ്ടായിരുന്നു. പൗരസ്ത്യ സഭയുടെ തന്നെ രത്നമെന്നാണ് ആ മെത്രാപ്പൊലിത്തയെ ക്രൈസ്തവ ലോകം വിശേഷിപ്പിക്കുന്നത്. അങ്ങനെയുള്ളൊരു വൈദികൻ ഒരു കർദിനാൾ സ്ഥാനത്തേക്ക്, അത് മാർപ്പാപ്പയുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു വൈദികനായിട്ട് അവിടെ സേവനം ചെയ്യുമ്പോഴാണ് അദ്ദേഹം ഈ പദവിയിലേക്ക് ഉയർത്തപ്പെടുന്നത്. ക്രൈസ്തവ സഭയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഭാഗ്യമായിട്ടുള്ള ദൈവാനുഗ്രഹത്തിന്റെ ഒരു നിമിഷങ്ങളാണ് ഇത്. ഇവിടെ നിന്ന് നിരവധി വിശ്വാസികളും കർദിനാൾമാരടക്കം ബിഷപ്പ്മാരടക്കം പലരും അവിടെ വന്നിട്ടുണ്ട്. മാത്രമല്ല രാജ്യത്തിന്റെ പ്രതിനിധികളായിട്ട് മന്ത്രിമാരും അതുപോലെ തന്നെ ജനപ്രതിനിധികളും അവിടെ എത്തിയിട്ടുണ്ട്. തീർച്ചയായിട്ടും കേരളത്തിലെ സഭയ്ക്ക് കൂടുതൽ ഉണർവ് നൽകുന്ന, അതായത് ഒരു അശാന്തിയുടെയും അസമാധാനത്തിന്റെയും ഒരു അവസരത്തില് ഇപ്രകാരമുള്ള ഒരു ആഹ്ലാദകരമായിട്ടുള്ള ഒരു അവസരം ദൈവം സഭയ്ക്ക് തന്നു, പ്രത്യേകിച്ച് സീറോ മലബാർ സഭയ്ക്ക് തന്നു എന്നുള്ളത് ഏറ്റവും വലിയൊരു ദൈവാനുഗ്രഹം തന്നെയായിട്ടാണ് സഭാ മക്കൾ, വിശ്വാസികൾ കരുതുന്നത്. ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ഒരു സാധാരണ വൈദികൻ ചെറുപ്രായത്തിൽ തന്നെ വത്തിക്കാന്റെ സർവീസിലേക്ക് അവിടെ പോകുന്നു. അതിനുശേഷം അദ്ദേഹം അവിടുത്തെ പഠനങ്ങൾ പൂർത്തിയാക്കുന്നു. ദൈവാനുഗ്രഹത്താല് മാർപ്പാപ്പയുടെ സഞ്ചാരപഥങ്ങൾ ക്രമീകരിക്കാനായിട്ടുള്ള ഒരു സംഘത്തിലേക്ക് അദ്ദേഹം നിയോഗിക്കപ്പെടുന്നു. പൊടുന്നതിന് അദ്ദേഹം മാർപ്പാപ്പയുടെ തന്നെ പ്രത്യേക ശ്രദ്ധയും മാർപ്പാപ്പയുടെ പ്രത്യേക വാത്സല്യവും അദ്ദേഹം അനുഭവിക്കുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം സുപ്രധാനമായിട്ടുള്ള ഒരു കർദിനാൾ പദവിയിലേക്ക് ഉയർത്തപ്പെടുന്നു. തീർച്ചയായിട്ടും സഭയ്ക്ക് വലിയ ആകാംക്ഷയുണ്ട്, സന്തോഷമുണ്ട്. കാരണം ഇനിയും അദ്ദേഹം ആഗോള കത്തോലിക്ക സഭയുടെ പല ഉന്നത സ്ഥാനങ്ങളിലേക്കും നിയോഗിക്കപ്പെടുവാൻ അദ്ദേഹം നിയുക്തനാവുമെന്ന് എല്ലാവർക്കും അറിയാം. അദ്ദേഹത്തിന്റെ സേവനം എളിമയുടെയും അതുപോലെ തന്നെ വിനീതനായിട്ടുള്ള ഒരു വൈദികനായിട്ടാണ് അദ്ദേഹം ചങ്ങനാശ്ശേരി അതിരൂപതയിൽ തന്നെ അറിയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരുടെയും പ്രതീക്ഷകൾ വളരെ ഉയരത്തിലാണ്. പ്രത്യേകിച്ചും ഭാരതത്തിലെ സഭയ്ക്ക് ദൈവം അല്ലെങ്കിൽ കത്തോലിക്ക സഭ തന്ന ഏറ്റവും വലിയ അനുഗ്രഹമായിട്ട് ഞാൻ മാർ ജോർജ് കൂവക്കാടിന്റെ ഈ കർദിനാൾ പദവിയെ കാണുകയാണ്. റൈറ്റ്. എന്തായാലും മലയാളികളെ സംബന്ധിച്ചിടത്തോളം അഭിമാനത്തിന്റെ നിമിഷം, നമ്മുടെ രാജ്യത്തെ ക്രൈസ്തവ വിഭാഗത്തിന് ഇത് സന്തോഷത്തിന്റെ നിമിഷം ആണ്. നമ്മൾ ആവർത്തിച്ച് പറയുന്നത്, വൈദിക പദവിയിൽ നിന്ന് ആണ് ഈ കർദിനാൾ പദവിയിലേക്ക് ഇങ്ങനെ ഉയർത്തപ്പെടുന്നത് എന്നതുകൊണ്ട് തന്നെയാണ് ഏറെ സന്തോഷകരമായ ഒന്ന്. മാർ ജോർജ് കൂവക്കാടിന്റെ സ്ഥാനാരോഹണ ചടങ്ങ് വത്തിക്കാനിലെ സമയം വൈകിട്ട് 4 മണിയോടുകൂടിയാണ്. അത് ഇന്ത്യൻ സമയം ഏതാണ്ട് രാത്രി 8:30 ശേഷം ആണ്. നമുക്ക് കാത്തിരിക്കാം.